എന്താ മക്കളെ തള്ള വന്ന സമയത്രയാണ് എന്താ മനുഷ്യന്റെ കുറിച്ച് വെച്ചതങ്ങനെ തരാത്തത് നിങ്ങളുടെ കളി കൊണ്ട് തരാൻ പറഞ്ഞിട്ടായിരിക്കും. കളി കഴിഞ്ഞ് പോകുമ്പോഴാ കളി കഴിച്ച് പോകുമ്പോഴാ അത് കമ്മിറ്റിക്കാര് വേറെ തരും. എന്താ ആരും കഴിഞ്ഞു കിട്ടിയില്ല. ആരും കൈകാട്ടിയില്ലേ? കൈകാട്ടി പറഞ്ഞു രണ്ടിനെ ഇവിടെ മറത്തല്ലേ വിളിക്കണം. കാശ് വാങ്ങിട്ട് വെച്ച കാശ് വാങ്ങാൻ പോണത് പുഴ കിടക്കാൻ പോണ പോയേ പോണു. എന്റെ പഴയ തണ്ടിക്കാരാണ് മേലെ പോണാലോ. പഴയ തണ്ടിക്കാരോ എന്തോ വണ്ടിക്കാരോ അതൊന്നും അറിയില്ല. താത്തിയമ്മ 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 മക്കളെ എന്താ തള്ളവടി സമയത്രയായി ഇങ്ങോട്ട് മനുഷ്യന്റെ കുഞ്ചി കണ്ടില്ല. വേണ്ട 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 നിങ്ങളുടെ കാണാൻ പറ്റില്ല. ഓ എന്റെ മകനും തുടങ്ങിയാ ഇങ്ങനെ തള്ളേ. അതല്ല ഒരു മുത്തിയമ്മ വന്നാലേ വർത്തമാനം ചോദിക്കട്ടെ. അതെ പിന്നെ ആളെ നോക്കി പറയുന്നേ
എനിക്ക് ആളെ മനസ്സിലായില്ല. ആളുടെ നോക്കി പറയും. പിള്ളേരെ ഓ, എനിക്ക് ചെക്കനാരാ മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നോക്കട്ടെ. നോക്കി നോക്കി. നാളെ എവിടെ നോക്കുന്നത്? ഇപ്പൊ ആളെ മനസ്സിലായത് ആര് പറഞ്ഞ ഇതല്ലേ നമ്മുടെ കളമ്പൂട്ട് വേല കഴിച്ചവൻ. അല്ലല്ല, സ്വർണ്ണം വിട്ടിട്ടുണ്ട്. കളപ്പട്ടി വേല എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്റെ മകനാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്ടാ. ഇപ്പൊ ചെക്ക വരുന്നതാടാ. നിങ്ങളെ കണ്ട് മനസ്സിലായി. നിങ്ങൾ എവിടത്തെയാണ് എന്താണ് ചോദിക്കുക? എനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഞാൻ വേറെ മനസ്സിലാ ഗോതമ്പ് പൊടിയൊന്നല്ല. ഞാൻ ആരാ? എണ്ണപ്പാട്ട കോരി കോരി പറയില്ല. കോരി കോരി അങ്ങനെ ഒഴിച്ചുകൂടാണ്. എന്നെ ഞാൻ വലക്ക് വെച്ചത് കോരിത്തോപ്പന്റെ കെട്ടിയ വളർന്നു. നിങ്ങളാണോ ഉള്ളത്? പിന്നെ എന്നെ കെട്ടിയത് വളല്ലേ. കോരിച്ചോപ്പന്റെ കെട്ടിയവളാണ്. എന്താ നിങ്ങളുടെ പേര്? കൊഞ്ചത്താൻ. ആ, ഇതാര് പറഞ്ഞത്? ഇവിടെ ആളെ പിടി കിട്ടിയത് ഇതല്ലേ എന്റെ കുഞ്ചിമുത്തി. അമ്മ എന്റെ മുത്തിയമ്മ മരുന്ന് വെക്കണ്ട. രാവിലെ ഭക്ഷണ കാത്തു പിള്ളേർ ചോദിക്കും, തളേ എന്റെ കുച്ചിമുത്തി, അമ്മ എന്റെ കുച്ചിമുത്തി. പത്തോടെ മുത്തപ്പോഴേക്ക് അത് വണ്ടിയും പോകും. നിങ്ങളുടെ വണ്ടി അപ്പോ രാവിലെ 6 മണിക്ക്. 6 മണിക്കല്ലേ? ഒരു 4 മണിക്ക് ഇടയ്ക്ക് എന്നിട്ടാ മുത്തി 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 ആകുമ്പോഴേക്ക് 6 മണിയാകും. എന്റെ ചെറിയ വെച്ചോ. അത് പാള പോലെയാകും. അല്ലേ? നിങ്ങളെ കണ്ട് മനസ്സിലായില്ല. അല്ല മനസ്സിലായി. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ചോപ്പനുണ്ടപ്പോ ആര് ആര് നിങ്ങളെ കെട്ടിയോ? നിങ്ങളെ കെട്ടിയവൻ ചട്ടതല്ലേ? ഈ വീതിയായില്ലേ കുറച്ച് വെച്ചേടാ പോതലേ. എന്നെ നോക്കിനിരിച്ചേടാ. പത്ത് വട്ട കുടി കതിലെങ്കിലും പണം കായ്ക്കുന്ന മലമേ. നിങ്ങളുടെ കണ്ണാക്ക് കൂടെയാണ്. എനിക്കന്ന് കണ്ണാക്കോർക്കാൻ കൂടിയില്ല. അന്ന് അവിടെ ചോദിച്ച മഴ മഴയത്ത് കണ്ണാക്കോർത്ത ആൾക്കാരാണ്. ഇല്ല, അതാ അവിടെ കൊടുത്തത്. അങ്ങനെയാണ്. എത്ര കൊല്ലമായി? 12 കൊല്ലം. ഇന്നലെ കഴിഞ്ഞ പോലെ. എന്റെ ഇവിടെ ദൂരമില്ലാതെ. പിന്നെ ഒരു കാര്യം, 12 കൊല്ലമായി പറഞ്ഞില്ലേ? ഞാൻ മരിപ്പിന് വന്നിട്ട് നിങ്ങളെ അവിടെ കണ്ടില്ല. മട്ടിരിക്കാൻ പറ്റില്ല. വേലേ ഞാൻ ആ സമയത്ത് പരക്കമായിട്ട് കുറച്ച് കിടക്കല്ലാടാ മുതലേ. അതല്ല, മരിപ്പിന് ഞാൻ വന്നിട്ടായിരുന്നു. എന്നാണ് ഞാൻ കുറ്റോളൂ. ഇല്ല, അതായത് ഞാൻ മരിപ്പിന് വന്നിട്ടായിരുന്നു. കൂടുതൽ നേരം നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതെ. ഞാൻ എന്ത് ചെയ്തു? എന്ത് ചെയ്താ? ഞാൻ മരിപ്പെടുത്തതും നേരെ നടന്നു. ഞാൻ 2 ദിവസം തപ്പി. ഇവര് മരിപ്പ് കാണാൻ വേണ്ട കഷ്ടപ്പെട്ടത് മര്യാദ. ഇവര് ചെയ്ത പണി എന്താ? ആ മരിപ്പെടുത്തുന്ന ഞാൻ കുറുക്കന്റെ കുട്ടിയാണ്. എപ്പോഴും ശവം പാട്ട് കേട്ടോ. അങ്ങനെയല്ല, മരിപ്പെടുത്ത ആ ഇവരാ പാപിനെ പിന്നാലെ കൂടി വെണ്ണു കടുപ്പല് കടിച്ചുണ്ടായിരുന്നു. ഞാൻ ആ ബോഡി എടുത്തതാണ് ഞാൻ കയറി എടുത്ത് വന്നത്. അങ്ങനെയല്ല, ബോഡി പറഞ്ഞാൽ മരിപ്പ് എടുത്തതുകൊണ്ട് പടി ഓ കടന്നില്ല. അങ്ങനെ പേരില്ല. ഞാൻ അവിടെ കൊണ്ട് വന്നു. അതെ. ആ, പിന്നെ ഒരു കാര്യം. എന്താ എന്റെ മറ്റത്ത് കൂട്ടം കൊണ്ടുവന്നല്ലോ. എന്താണമ്മ? അമ്മയ്ക്ക് വൈര് കടയണമ്മ. നല്ല കുറ്റപ്പൊടിയാ. വേറെ മകനെ അല്ല, വണ്ടി പിടിക്കണ. എന്താ എന്റെ മറ്റ അമ്മയുടെ രൂപയില്ല. വേറെ മകനെ അമ്മയ്ക്ക് 5-6 മാസമായിട്ട് ആന്തറിക കടത്തിലായിട്ട് ഹൈദരാബാദ് പറയും. വേറെ നാല് സുഖമില്ലട കുട്ടി അവിടെ കൊണ്ട് വന്നിരിക്കുക. നമുക്ക് നേരെ പിടിക്കാതെ പറഞ്ഞാൽ റൈറ്റ്. അതെ, ഇവിടെ വരും.
അല്ല ഇവിടെ വരെ മാമ അല്ല ഒരു മാനമില്ല നാണമില്ല. എനിക്കെന്താ മാനക്കളെ എന്റെ മക്കളുടെ മറ്റ് പോയി എനിക്കെന്താ മാനക്കളെ എനിക്ക് മേച്ചകാലത്തിന് എത്ര വേണം എത്ര വേണം? എനിക്ക് വേണ്ടി വേണം വേണ്ടെങ്കിലും വേണം വേണമെങ്കിൽ വേണ്ട പറയും. എന്റെ വേണം പറയാം അതല്ല ഇതൊരു കാര്യം. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊരു വാക്കല്ലേ ചെലവുള്ളൂ. എന്നാലോ എന്തായാലും എന്നാൽ എന്ത് കാട്ടും? ഞാൻ നിങ്ങളെ കൈപ്പിടിച്ച് ഇരുട്ടത്ത് കൊണ്ടാക്കില്ലേ? ഭാര്യക്കാലത്ത് ആർക്കും മൂത്ത് വിളിച്ചാൽ പറ്റി അയാൾ വിളിച്ചാൽ മതി അയാൾക്ക് എപ്പോഴത്തെ എത്തിച്ച് കൊണ്ടുപോകും ഇതെല്ലാം നിങ്ങൾ വയസ്സായ തള്ളയല്ലേ? ഞാൻ ഈ കുണ്ടിപ്പെട്ടാലോ പറഞ്ഞേ. ഭാവിയെ കുണ്ടി വേണ്ട സാധനങ്ങളാണ് അല്ല നിങ്ങൾ ദേശസുന്ദരായിട്ട് നടക്കണ്ടോ? ഇല്ലാതെ അപ്പന്തത്തോടെ ദിവസവും നിർത്തി മകനാണ് നിർത്തിയോ? ഇപ്പൊ എന്ത് ചെയ്യണം? അല്ല ചെലവിലെന്ത് കേട്ടോ? അപ്പൊ ചെലവിന് പോകണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് അപ്പൻ്റെ അപ്പ 16 അക്കൗണ്ട് ആ പഞ്ചായത്ത് നമ്പർ വന്നടാ. നമ്പർ വന്നതല്ല അവര് എഴുതി കാട്ടിയത്. നമ്പർ വന്നു പറയും. എങ്ങനെയും പോലെയല്ല അവർക്കൊക്കെ നല്ല പഠിപ്പുള്ള പോലെ നിങ്ങളെ പോലെ വെളുപ്പ് കേട്ടത്. ആ കുട്ടികളെ വന്നുകൊണ്ട് ഒന്ന് പറഞ്ഞ് എന്ത് അമ്മ അപ്പൻ്റെ അപ്പൻ വേവരാതി പറഞ്ഞ കൊടുത്ത കാശ് കിട്ടും പറഞ്ഞു. കാശ് കിട്ടും. പഞ്ചായത്തിൽ പോയോ? പഞ്ചായത്തിൽ പോയി എഴുതി കൊടുത്തോ? എഴുതി കൊടുക്കാൻ പോയി വേലം മകന് എന്താ സംഭവം? വേലം മകന് എന്താ പറയുന്നേ? എന്റെ വേലം മകന് വേലം മകന് ഞാൻ ഇതുവരെ അപ്പന്റെ പേര് പറഞ്ഞിട്ടില്ലടാ. പഴയ ആൾക്കാർ അങ്ങനെയാണ്. അതായത് ഭർത്താക്കന്മാരുടെ പേര് പറയില്ല. ഇതാ നോക്കി എന്തിന്റെയാണ് കാണുന്നുണ്ടാ? ഞാൻ തലേ ദിവസം പാവിനെ വിളിച്ചല്ലോ. എങ്ങനെ കുന്തിച്ചെന്ന് എത്ര വിളിച്ചാലും ആലോചിക്കട്ടെ. ഞാൻ വിളിച്ചല്ലോ നോക്കിന്ന് കാര കണ്ട കാലിലുണ്ട അടിച്ചുണ്ട് എന്താ ചെയ്യണേ? വിളിച്ചു ചായ നടത്തുമ്പോ പിന്നപ്പോ അതല്ല നേരത്തെ പറയണം. ഇന്നുള്ള മക്കൾ എങ്ങനെയാണ്? എങ്ങനെയാ എങ്ങനെയാ അരിയാട്ട അരിയാട്ട ശരി 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 എന്റെ മകളടക്കം ഒപ്പം അങ്ങനെ വിളിച്ചത് പറഞ്ഞ് വിളിക്ക അയ്യേ ഒരു മര്യാദ കടയില്ലേ കാരണം ആ പണി വിളിക്കാ അരിയാട്ടാ ഗോതാരാട്ടാ ജബിയാട്ടാ എന്റെ മണികണ്ടാട്ടാ എന്റെ കൊമ്പനാണ്. അല്ല അങ്ങനെയാണ് ഇപ്പോഴത്തുള്ള മക്കൾ. അതെ അങ്ങനെ എഴുതി കൊടുക്കാൻ പോയാ അവിടെ പോയി നോക്കണം മകന് അവര് വേഗം പോയത് എന്റെ പേര് കൊടുത്തു. എങ്ങനെ അമ്മേ നിങ്ങളുടെ പേരെന്താകും? ഞാൻ സത്യം പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു. എന്റെ പേര് കുഞ്ചി. അല്ല സത്യം പറയാണ്ടിരുന്ന കാശ് വേറെ പോകും. എങ്ങനെ നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താകും? എന്റെ ഭർത്താവിന്റെ പേര് കണ്ടു. അപ്പൊ അവരെങ്ങനെ വെള്ളപ്പെടാ എങ്ങനെ ഇനി ഡയലോഗിനാക്കാൻ അടുത്ത പോലെ അവരെന്താ എന്ത് കുഞ്ചി കണ്ടു. അങ്ങനെയല്ല കാണിച്ചോമേ ഞാൻ പറയാം. കുഞ്ഞി വൈഭവം കണ്ടു. കുഞ്ചി വൈകുന്നേരത്ത് കണ്ടതാ. അതല്ല പിന്നെ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മകളൊന്നും ഉണ്ടായില്ല. യജമാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേന്നോ? അന്ന് ഞാൻ കാണുന്ന സമയം ആ കുട്ടി വളരെ പൊടിയായിരുന്നു. അതെ നീ വന്നപ്പോ ഞാൻ അന്ന് ആദ്യം കേട്ടിട്ടാണ് വളരെ ചെറുപ്പമായിരുന്നു. മകന് എന്റെ മകള് പറഞ്ഞ മകളാണ്. ഞാൻ എല്ലാവരും പറഞ്ഞ ഞാൻ എന്റെ മകളെ പെട്ടത് എങ്ങനെ പറ്റമ്മ? നന്നായിട്ട് ഞാൻ 16 മാസം ഏറ്റിട്ടമ്മ. പിന്നെ ഒരു 4 മാസം പുറത്തായിരുന്നില്ലേ? 2 കുട്ടിയാവില്ലേ? നീ അപ്പോൾ ലാഭം നോക്കണവനാണ്. ഞാൻ എന്റെ സൗകര്യം നോക്കിയതാണ്. ഗവൺമെന്റാണ് 10-ാം മാസം പറഞ്ഞ് 2 തള്ളം മാറ്റി കൂട്ടി 1 ലിറ്റർ എണ്ണയും വാങ്ങി ഒരു പുല്ലുവായ വാങ്ങി അകാര്യം പോയി കിടന്നാ അന്ന് തന്നെ ചട്ടിത്തോടാൻ പറ്റാണ്ടായി. അത്ര കഴിയുണ്ടായിരുന്നു. 12-ാമത്തെ മാസം പറയാൻ നോക്കുന്ന മകന് കൊഴുത്തമണിയും തിരക്ക് എന്ത് ചെയ്തു അമ്മ? എന്റെ പേര് 5 കാലത്ത് നീട്ടി വെച്ചു. അത് സർക്കാർ ബന്ധാണ്. ആ ഒഴിവ് തന്നെ ഉണ്ടായിട്ടാ 16-ാമത്തെ കാലത്ത് ഞാൻ പെട്ടതിന്റെ മകള് അതെ ആ മകൾ എന്ത് ചെയ്യുന്നു? അവിടെ കെട്ടിക്കൊടുത്തു. കെട്ടിക്കൊടുത്തോ? ഓ
എവിടേക്ക്? രണ്ടപ്പാട്ട് നാഗു നാഗു പറയില്ലേ? എന്തിനാ അവിടെ പോയിട്ട് ആവു ആവു പറയണ? വരി കഴിഞ്ഞാൽ ചെക്കൻ്റെ പേര് നാഗു. ആകൂല്ലേ? ആ തമ്മാടിക്കാണ് നിങ്ങളുടെ മകളെ കൊടുത്ത അറിയോ? അറിയോന്നോ? മഹാമോശമാണ് ആള്. അതെ. കഴിച്ചു കഴിഞ്ഞാൽ മഹാമോശം. അതിനെ തല്ലിയതിനെ അടിക്കതിനെ കുത്തുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ അവിടെ കേൾക്കും. എന്താണ്ടാ ചെക്കൻ മയക്കി തെറ്റി വെച്ചാൽ കുത്തണം. എന്റെ എണ്ണപ്പാട്ട് വെച്ച് അവനെ കൊല്ലമെന്ന് കേൾക്കും. കണ്ടുകാരില്ല, ഞാൻ ഒരു ദിവസം വീട്ടിലെത്തിയ പോകാനിടയായി. അങ്ങനെ കേട്ടതാണ്. അതെ. ആ, എനിക്കന്ന് സഹിക്കാൻ വയ്യ. അതെ. നിന്നെ വിട്ടില്ലേ? എന്റെ മകളെ വിളിയടാ. മക്കളെ കണ്ട കണ്ണുപാടാക്കാൻ എന്താണ് വിശേഷം? എന്താ പിന്നെ വിശേഷം കേൾക്കണേ? അമ്മ ആശുപത്രി പേര് പറ്റി വന്നാണ്. അയ്യ അതല്ലേ എന്താണ് വിശേഷം? എന്താണ് കേൾക്കണോ? നേരെയാക്കി ഉണ്ടാക്കട്ടെ. ഓ മഹാമാൻ ഞാനിപ്പോഴല്ലേ അമ്മനെ നോക്കിയത്? ഭ്രാന്താണ്. ഞാനിപ്പോഴല്ലേ അമ്മനെ നോക്കിയത്? എന്റെ അമ്മ നോക്കി പൊടുക്കരം വരുന്നുണ്ട്. എന്റെ മാമോ, ഇതിന്റെ വയറ്റിലല്ലേ ഇത് കാച്ചത്? അതിന്റെ വയറ്റിലല്ലേ കാച്ചത്? എന്റെ വയറ്റിൽ കാച്ചല് അമ്മയില്ലേ, അമ്മ ഇല്ലേ അടിയായിട്ട് ഇറച്ചി വെച്ചു. വെച്ചു 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 വെച്ചോമ്മ? എനിക്ക് ഫസ്റ്റ് ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ. വെച്ചോമ്മല്ല വെച്ചോ അമ്മ? എനിക്ക് വെച്ചോന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസിന് ഒരേ കൊണ്ട് വെച്ചത്. എവിടെ? ഒലവക്കോട് കൊണ്ട് വെച്ചു. ഒലവക്കോടോ? അവിടെ ആകുമ്പോ ചേരുമാനം വേണ്ട. അവിടെ ചേരുമ്പോഴും വേണ്ടേ? എന്റെ ചാരം കേട്ടാ പോലെ അവിടെ തനിച്ചരച്ച് വെക്കോളൂ. ഓ തനിച്ചർച്ചി തനിച്ചര കൊടുക്കാൻ കൊണ്ട് വെക്കുക. അയ്യ എന്നെ തനിച്ചർച്ചയാണോ? അതേന്നെ ചേന ചേർത്തില്ല, കുമ്പളക്കിന് ചേർത്തില്ല, മത്തൻ ചെയ്ത് അവർക്കില്ല. ആ പച്ചക്കറിയില്ല, ഉടക്ക ഒന്നും ചേർത്തില്ല. അല്ല അപ്പൊ പത്തുണ്ടില്ലേ? ഭാവി അങ്ങനെ ആരും വന്ന് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. പേര് പോകും. ഉച്ചക്ക് ഒരു 4 മണി ഒരു 4 മണി അങ്ങോട്ട് കളിക്കുക. 5 മണിയാകുമ്പോ നീ ഒരു കാര്യം ചെയ്യാം. ആ കണ്ണ ചേച്ചനെ ഒരൊറ്റ കുളി കരിമുള്ളി വളർത്തുന്ന അയ്യ അതല്ല ചങ്ങനെയൊക്കെ അതെ അതെ, അങ്ങനെ ഈ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം പ്രാന്തനായി വരച്ചതാണ്. അയ്യ അതല്ലമ്മ, ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നില്ലേ? കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്ന് നോക്കണ സമയത്ത് ചരടായിരുന്നില്ലേ? ആ ഭാവിയെ വന്നു തിന്നു പോയി പെമ്മക്കളെ പെറുന്നതാ പാട്. എന്തൊക്കെ നോക്കണം. അമ്മ ആരെയും കെട്ടില്ല, കഴുത്തിക്കടി അവിടെയൊക്കെ നോക്കണം. അയ്യ അതല്ലമ്മ, നിങ്ങൾ ചരട് കെട്ടി വരില്ലേ? അപ്പൊ ആ ചങ്ങല എടുത്ത് ചരട് എന്ത് ചെയ്തു? ഉണ്ടാ ചോദിക്കുന്നുണ്ട വെറുതെ മകളെ ആ ചരട് ചങ്ങല അങ്ങനെ തലേദിവസം വാങ്ങിയ ചരട് എനിക്ക് ചരട് കളയാൻ തോന്നിയില്ല. ഈ ചങ്ങല വാങ്ങി കെട്ടിട്ടപ്പോ ആ ചരട് വെച്ചങ്ങനെ അരി കെട്ടി. അപ്പൊ അത് കൂടുണ്ടായിരുന്നില്ലേ? അത് കെട്ടിച്ച കൂട്ടിട്ട് മുടി കഴിയുള്ള. അയ്യേ അതല്ലമ്മ, നിങ്ങൾ ചങ്ങല എടുത്തു പറഞ്ഞില്ലേ? പെൻഷൻ കിട്ടിയപ്പോ എടുത്താണ്. അയ്യ ഇവിടെ വന്ന് ടെൻഷൻ കൊണ്ട് എടുത്തത്. അയ്യേ അതല്ലമ്മ, നിങ്ങൾ ചങ്ങല എടുത്തു പറഞ്ഞില്ലേ? ഇത് നല്ല തൂക്കമുണ്ട്. പിന്നിലാണ് നല്ല തൂക്കുകൊണ്ട് 3-4 മഞ്ഞാറ്റ് 5-6 മട്ടക്കോല് 4 വാളക്കായിട്ട് 8 തേച്ച് കാട്ടി ഒട്ടുകാട്ടി ഇതിൽ എത്ര ഗ്രാമുണ്ട്? ഒരുപാട് വെക്കണ്ട, അത് പച്ചക്കളറാവും. എന്താ സുഹൃത്തിന് കുറവാണ്. അമ്മ ഇത് നല്ല പൊഷ്ടിയിട്ട് വരില്ലേ? ഇതിൽ എത്ര ഗ്രാമുണ്ട്? 9 ഗ്രാമം കാണും. 9 ഗ്രാമോ? അയ്യേ അതല്ലമ്മ, നിങ്ങൾക്ക് ഞാനൊരു മകളുള്ളൂ. ഒന്നിനുള്ളൂ. മുണ്ടക്കല്ല
അയ്യ അതല്ലമ്മാ, നിങ്ങൾക്ക് ഞാനൊരു മകളല്ലോ. നിങ്ങളൊരു വിളിയില്ല, ഒരു അന്വേഷണവുമില്ല. നിങ്ങളെ ഫോണിൽ നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കണേ? അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിളിക്കുമ്പോ കിട്ടണേ ഇല്ലമ്മ. ഞാൻ വിളിക്കുമ്പോഴില്ലേ അമ്മ പരുന്നിട്ട് പുറത്താണ് പറയുന്നത്. അതല്ല, ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്തൊന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ചെറിയ മുടി വെച്ചില്ല, അതാണ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അയ്യ അതല്ലമ്മ, ഇനിയിപ്പോ അമ്മ പുഴയിൽ അലക്കാൻ പോവല്ലേ? ഈ അലക്കാൻ പോയ സമയത്ത് ഫോണ് മാത്രം എടുത്ത് ആരാട്ടി വളുത്തു പറഞ്ഞു. എന്താണ് 2 സാധനമുണ്ട്, 20 ആളുണ്ട്. ആര് വളുത്തു പറഞ്ഞു? ഫോണ് നിങ്ങൾ എന്ത് ചെയ്താണ്? പിന്നെ അപ്പഞ്ചായത്ത് വെച്ച പണി എന്താണ് നാട്ടുകാർക്കൊക്കെ നമ്പർ കൊടുത്തില്ല. ഫോണ് സമയത്ത് കൊണ്ടാണ് പോയിട്ടില്ല. ചുമ്മാ മണിക്കാണ് ചട്ടാ മതി ഭാവി എന്നെ പോയില്ല. അയ്യ അതല്ലമ്മ, അപ്പ അമ്മ നമ്പർ മാറ്റായിരുന്നില്ലമ്മ. അങ്ങനെ മാറ്റി 5-ാമത്തെ നമ്മുടെ അപ്പൻ അപ്പന്റെ അല്ല, നിങ്ങളുടെ നമ്പർ മാറ്റായിരുന്നത്. 2 നമ്പർ മാറ്റപ്പോ നീ ഉണ്ടാകും. അയ്യ അതല്ലമ്മ, ഇനിയിപ്പോ വിളിക്കുന്ന സമയത്തില്ലേ നിങ്ങൾ ചിലപ്പോ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ എല്ലാവരും ചെയ്യണ്ടേ, അക്ഷയ പോയിട്ടില്ലേ ആധാറുമായിട്ട് പോയി ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്താലേ കിട്ടുള്ളൂ. ലിങ്ക് ചെയ്യണം. ചൂടാത്ത നടക്കുന്നില്ലേ ഞങ്ങൾ അന്ന് പറ്റാത്തല്ലോ. അതാണ് നിങ്ങൾ ഞാനിപ്പോ വരാൻ പോയത്. അപ്പ അക്ഷയ പോയിരുന്നു. ഞാൻ തൂക്കവട്ടത്തിന്റെ ചുടുകഞ്ഞിയും കൊണ്ട് പോയിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കട്ടെ വട്ട് അപ്പടി ചെറിയ കൊണ്ട് വെച്ച് നോക്കി. ലിങ്ക് ചെയ്തില്ല. 2ാമത്തെ പ്രാവശ്യം തൂക്ക് പകഞ്ഞ് കഞ്ഞിയാക്കി കൊണ്ട് വെച്ച് നോക്കണേ. അയാൾ വയറ്റ് വെച്ച് നോക്കി ലിങ്ക് ചെയ്യണ. അമ്മക്ക് കിടക്കാൻ പോകണമെന്നില്ല, പൊതുക്കെട്ട് താങ്ങാൻ വയ്യ. അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്ത് എച്ചകാലി വർഷം കൊണ്ട് പോയിട്ട് അപ്പഴ് നെങ്ങത്തെ കൊണ്ട് വെച്ചു. അപ്പഴോ ലിങ്ക് ചെയ്തോ ആള് പൂജ ഉറപ്പം കിട്ടും. കാര്യം നിങ്ങളെ ആധാറോട് ലിങ്ക് ചെയ്യണം പറഞ്ഞേ. അതാണ് അപ്പൊ നിങ്ങൾ ആ സിമ്മിന് നിങ്ങൾ എന്ത് ചെയ്താലപ്പോ വേറൊന്നുമല്ലാണ് നാട്ടുകാർക്കൊക്കെ നമ്പർ കൊടുത്ത കടത്തപ്പുറമില്ല. മൂട്ട കടിയാണ് മാറ്റിട്ട് കിടക്കാലോ. കിടക്കുന്നല്ലാണ് പിള്ളേർ 11 മണി കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. അമ്മ ഞാൻ രാവിലെ 5 മണിക്ക് വണ്ടി കയറി. അപ്പോഴത്തെ എന്റെ അമ്മയൊന്ന് ഇത്തിരിക്ക് വെച്ചു. അമ്മക്ക് ഉറക്കം പറഞ്ഞല്ലോ. ആ സിമ്മി അങ്ങോട്ട് ഊരി വെച്ചു. അമ്മ സിമ്മ് ഊരി വെച്ചില്ലേ അപ്പൊ അതിന് നമ്മാർക്കാണോ? നമ്മൾക്കാർക്ക് 4-3 3 പോകുകയും ചെയ്തു. വരുന്നുണ്ടല്ലോ. അയ്യേ അതല്ലമ്മ, നിങ്ങൾ നല്ലതാണ് മറ്റേ കൊടുത്തത്. വെള്ളം ചേർത്ത് തോണി വെച്ചത്. നിങ്ങൾ നല്ല കുടിയപ്പാടാണ് മറ്റേ കൊടുത്തത്. എനിക്കിപ്പോ അവിടെ ഇരിക്ക തൊകരുണ്ടാ അമ്മ അവിടെ ഇരിക്കൽ കഴിക്കാൻ തരൂല്ല. ഇന്ന് കഴിക്കാൻ തരൂല. അവരെ വേർന്നുമല്ല അയാളില്ലേ ഈ അടിയായിട്ട് ചെയ്യുന്നതേ രൂപമില്ല. എന്താ ചെറുത് ആ ചെക്കന് വഴിമാറുന്നല്ലമ്മ ചെയ്യുന്നത് രൂപമില്ല. അവരെ വേർന്നുമല്ല അയാൾ രാവിലെ പണിക്ക് പോകില്ലേ വൈകുന്നേരം വരുമ്പോ കുപ്പിയും കൊണ്ട് വരിക. വൈകുന്നേരം വരെ ഗവൺമെന്റുമാർ സ്വന്തം മൂളിപ്പാട്ട് മരിക്കും കാര്യം. അമ്മ നിങ്ങളാ അമ്മ ഒരു മുறை വന്ന് പാർത്താ ഞാൻ പറയുന്നത് കുളിമുറിയില് ആ
പിന്നെ അമ്മ വിളിച്ചാ പിന്നെ ഞാൻ വരാതിരിക്കുവോ? എന്താണ് വേണ്ടല്ലേ പോലെ കണക്കാക്കിയത് അമ്മ എങ്ങനെ കണക്കാക്കിയമ്മ? ഞാൻ എന്റെ മകനെ തൊന്ന കെട്ടിയവനെ പോലെ നഗരെ പോലെ തൊണ്ട കെട്ടിയവൻ. അല്ല എന്റെ മോളെ നീ തൊപ്പ കെട്ടാണ്. ഓ അതാണ് കാര്യം. തരുന്ന സമയത്ത് അന്ന് അവൾ വളരെ പൊടിയായിരുന്നു. ഞാൻ നോക്കി കെട്ടി പോയി. എന്ത് പൊടി? മൂക്ക് പൊടിയല്ല, കുട്ടിച്ചെറുപ്പമായിരുന്നു. അതെ ഇതിനിപ്പോ എന്താണ്? കെട്ടാന്നല്ലേ? അതെ പന്ത്രണ്ട് കെട്ടാന്നല്ലേ? അതെ കാര്യം എന്താ പറയുന്നത്? പന്ത്രണ്ട് കെട്ടാന്നല്ലേ? അതെ എന്റെ മാല ഓർമ്മ നല്ല ഓർമ്മ. എന്താണ് അമ്മ കാര്യം എന്താണ് പറയുന്നത്? ഭ്രാന്തി ശവമേ, അത് പ്രായത്തിന്റെ വ്യത്യാസമല്ലേ? നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് ആയിരുന്നു എന്റെ തരാറ് അവൻ കൊട്ടി കൊട്ടി അല്ല അമ്മ ഈ അന്തിപ്പാത സമയത്ത് ഇവിടെ തേടി വന്നത് എന്താ കാര്യം? എന്റെ മോളെ കുത്താനെ തന്ന തരാണ്. അങ്ങനെ കേൾക്കില്ല, അങ്ങനെ കേൾക്കി. ഇതാണ് എന്റെ കാര്യം. ഇതെന്നാ മതി? നിങ്ങളുടെ മകളുടെ കല്യാണം കൊടുക്കണമെന്ന് ചോദിക്കാൻ വേണ്ടി അവനാണെങ്കിൽ വഴി മുട്ടി പിടിച്ച് നിൽക്കാം. നീ എനിക്ക് കാണാൻ തലപ്പോൾ കല്ല് എന്റെ മകളിനെ കണ്ടു തന്നിട്ടുള്ള എന്താ പറയുന്നത്? എന്റെ മകൻ കല്യാണത്തിന് ആദ്യത്തെ 10 വെച്ചാ ചേർന്നത്. എനിക്ക് 2 ദോശ പറയും. എന്റെ നടപടിക്ക് വല്ല ആടപടിക്ക് ഒരാൾ കുറ്റം പറയില്ല. അവൻ നോക്കണ വേണ്ടത് പറയുന്നത് പുതിയ മരുമകല്ലേ ആദ്യമായിട്ട് കാല് കുത്തി ആദ്യമായിട്ട് കാല് കുത്തിയത് പിന്നല്ല. എന്റെ കുത്തി ആദ്യമായിട്ട് കാല് കുത്തിയത് ആഴ്ചക്കാര്. അടിക്കില്ല. അടുക്കള വെള്ളം കുടിച്ചു. നിങ്ങൾ ഒരുപാട് ചെലവാക്കില്ലേ? അവരറിയില്ല. നിങ്ങൾ എല്ലാവർക്കും തീ പരട്ടിയില്ലേ? എന്നാ ഞാൻ കരിമിനെ വിളിച്ച് തീ പറ്റേ. തീപ്പാക്കി അതെ പോടോ പൊക്കട കുട്ടി പോടാ. എന്താ നന്നായി വരാനൊന്നുമില്ല. പോകാൻ വിചാരിച്ചല്ലോ. ഞാൻ ഉച്ചകണ്ട് പോയാലുണ്ടോ? നിങ്ങളുടെ മകൾ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. നിങ്ങൾ അക്കളാ കണ്ടു. നല്ലേ അയാളുടെ മൂക്കിന്റെ തലപ്പിലാണ്. തുറച്ചിട്ട് പോട്ടെ. എന്ത് ജലദോഷമല്ല, അതല്ല പറഞ്ഞു. മൂക്കിന്റെ തലപ്പിലാണ് ദേഷ്യം പറയാ. നിങ്ങളുടെ കൂട്ടം ഇങ്ങോട്ടും ഇങ്ങോട്ട് അയാൾ മിണ്ടാണ്ടിട്ട് ഇങ്ങോട്ട് പോയാ നാളേക്ക് നാളെ നിങ്ങളുടെ പണ്ടം നോക്കുന്നതാരാണ്? ഇങ്ങോട്ട് കേൾക്കട്ടെ, നിങ്ങളുടെ പണ്ടം നോക്കുന്നതാരാണ്? എനിക്ക് ആവശ്യം തന്നെ. അമ്മ നമ്മുടെ പണ്ട് ആരെങ്കിലൊക്കെ നോക്കും. അവിടെ നിൽക്കണ്ടാവുന്നു. ഞങ്ങളുടെ ഓരോ അമ്മ അമ്മാമ്മ മരിക്കാതെ കുട്ടിയാണ് തള്ള. അമ്മാമ്മ മരിക്കാതെ കുട്ടിയാണ് തള്ള. അതിമണം പറഞ്ഞു വരുമ്പോ എന്താ ചെപ്പം തൊള്ള.
എന്നാൽ അയ്യയ്യ തള്ള എന്നാൽ അപകടം പറയുന്നു. അയ്യയ്യ തള്ള എന്നാൽ അപകടം പറയുന്നു. പോയില്ലേ അമ്മമാർക്ക് ആകാൻ വേണ്ടി കണക്ക് കൊടുക്കും മക്കളെ. അമ്മ പറയുകയാണെങ്കിൽ അനവധി പറയാനുണ്ട്. അതായത് അത് നമ്മളെ വഴിക്ക് വിട്ടാൽ പറയും. നമ്മുടെ വീട്ടിൽ അതല്ല, ആസ്വദിക്കാൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. ഒരു പാട്ട് പാടാൻ അയക്കില്ല.